ഹലോ. റീസെൻ്റ്ലി നടത്തിയ ഒരു സെയിലിൻ്റെ വിശേഷമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ചൊക്കെ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 300 ml സ്ട്രോബെറി ടബ്ബാണ് കേട്ടോ, ചോക്കോ സ്ട്രോബെറി ടബ്ബാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പം 17 ഓർഡറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള ഷുഗർ സിറപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡും ചോക്ലേറ്റിൻ്റെ ഗണാഷും പിന്നെ വെള്ളവും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ സിറപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ കേക്ക് വെച്ച് അതിൻ്റെ മേലേക്ക് ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രീമിൽ സ്ട്രോബെറിയുടെ എസൻസ് കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു ലെയർ ക്രീം കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ബെൽജിയൻ ചോക്ലേറ്റ് ഗണാഷ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോമ്പൗണ്ട് ചോക്ലേറ്റിനെക്കാട്ടിയും ടേസ്റ്റ് ബെൽജിയൻ ചോക്ലേറ്റിൻ്റെ ഗണേഷാണ് കേട്ടോ. ചോക്ലേറ്റ് ഗണേഷൊക്കെ ഒഴിച്ചതിന് ശേഷം ഏകദേശം ഒരു 8 മണിക്കൂറോളം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ തലേ ദിവസം രാത്രിയാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രഷ് സ്ട്രോബെറി കേക്കിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഡെലിവറിൻ്റെ തൊട്ട് മുമ്പാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്ട്രോബെറിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് എന്താ പറയുക, ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, കേക്ക് കാണാനുള്ള ആ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് ആ സ്ട്രോബെറി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ന്യൂട്ടല്ലൻ്റെ ഒരു ലെയർ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള കേക്ക് കൂടെ ഫുള്ള് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഏകദേശം 17ഓളം സ്ട്രോബെറി ടബും പിന്നെ അതിൻ്റെ കൂടെ ഒരു 3 ഡ്രീം കേക്കിൻ്റെ ഓർഡർ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഓരോന്നും സെറ്റാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കവർ പൊട്ടി ന്യൂട്ടലൊക്കെ ഒന്ന് പുറത്തായിട്ടുണ്ട്. പിന്നെ ഇതാ മാഷാഅല്ലാഹ് നമ്മളെ ഓർഡർ സക്സസ് ആയിട്ട് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കേക്കിന്, പിന്നെ സ്ട്രോബെറി ടബും അതേപോലെ ഡ്രീം കേക്കൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കേക്കിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളുടെ പേജ് ഇസഡ് ക്രസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ.